UDF സ്വയം പ്രതിക്കൂട്ടിലായിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത്രയും വലിയ ഒരു കുടുക്കിൽ ഇതുവരെ അവർ കുടുങ്ങിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടും നടപടി എടുക്കാത്തവർ മുഖം നഷ്ടമായപ്പോൾ നടപടി എടുത്തിരിക്കുന്നു. ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന രാഹുലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണെന്നും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ MV ഗോവിന്ദൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആവർത്തിക്കുന്ന ഒന്നായിരിക്കും ഇപ്രാവശ്യത്തെയും തെരഞ്ഞെടുപ്പ് വിജയമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോർപ്പറേഷനുകൾ 6 6 കോർപ്പറേഷനുകളും ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് നേടാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. കണ്ണൂരാണ് സാധാരണ നിലയിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടുന്ന ഒരു കോർപ്പറേഷൻ. ബാക്കിയെല്ലാം നില മെച്ചപ്പെടുത്തിയാൽ മതി. കണ്ണൂർ UDFൻ്റെ കയ്യിലുള്ള വലിയ വിമർശനത്തിന് വിധേയമായി പ്രവർത്തനം, അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ കണ്ണൂർ കോർപ്പറേഷനും ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ജില്ലാ പഞ്ചായത്ത് വളരെ അപൂർവം ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് ഞങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കാനാവാതിരിക്കുന്നത്. അത് ഇപ്രാവശ്യം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ സാധാരണ നിലയിൽ എല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ലപോലെ ജയിക്കാറുണ്ട്. മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് സമാസമം ഉണ്ടായത്. അതിപ്രാവശ്യം നല്ല നിലയിൽ മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ജയിച്ച് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ എല്ലാ കാലത്തും നന്നായിട്ട് ജയിക്കുന്നതാണ്. ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ ജയം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് ഇലക്ഷൻ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്. ഒന്ന്, ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം കൃത്യമായി മുന്നോട്ടു പോകുന്നു. അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതിന് ഉത്തരവാദികളായവരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ലെന്നതാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.